ബംഗളൂരുവിൽ തൊടുപുഴ സ്വദേശിയായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കർണാടക പോലീസ്. മരിച്ച ലിബിൻ ബേബിയുടെ സുഹൃത്തായിരുന്നു കാഞ്ഞിരപ്പള്ളി സ്വദേശി എബിനാണ് അറസ്റ്റിലായത്. മരിച്ച ലിബിൻ ബേബിയുടെ ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. ഇന്നലെ വൈകുന്നേരം മോൻ്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ സംശയാസ്പദമായിട്ട് അവർ കസ്റ്റഡിയിലെടുത്തായിരുന്നു കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിൽ നിന്ന്. അപ്പം ഞങ്ങളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും സംശയം ഉള്ള ആളെ തന്നെയാണ് അവരിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ മൊഴി കൊടുക്കാനും സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ടാണ് എൻ്റെ അമ്മയോടും എൻ്റെ ഹസ്ബൻഡിനോടും എന്നോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ അതുപ്രകാരമാണ് ഇവിടെ വന്നത്. രാവിലെ തന്നെ ഞങ്ങൾ എത്തി. ഇപ്പോൾ അമ്മയുടെ മൊഴി വിശദമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് പ്രതി സംശയിക്കുന്ന ആൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നേ ഉള്ളൂ. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, കൊല നടത്തിയത് സുഹൃത്ത് തന്നെയാണ് എന്നത് സ്ഥിരീകരിച്ചോ പോലീസ്? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്? അനുജ, ഇപ്പോൾ ഈ പ്രതി ഇയാൾ തന്നെയാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒരു കൊലപാതകമാണോ എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രതിയെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഈ മാസം 8-ാം തീയതിയാണ് ഈ ലിബിനെ ഈ പരിക്കേറ്റ നിലയിൽ സുഹൃത്തുക്കൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കുളിമുറിയിൽ വീണ് പരിക്കേറ്റു എന്നതാണ് ഡോക്ടർമാരോട് അവർ പറയുന്നത്. തലയ്ക്ക് പുറകിൽ പരിക്കുണ്ടായിരുന്നു. പക്ഷേ ചികിത്സിച്ച ഡോക്ടർമാർക്കാണ് ആദ്യം ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിയത്. ലിബിനെ ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഈ കോമയിലേക്ക് എത്തിയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ്. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നിംഹാൻസ് ആശുപത്രിയിൽ വെച്ച് ലിബിൻ മരിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർമാരാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഇക്കാര്യത്തിൽ സംശയങ്ങൾ അറിയിക്കുന്നത്. പോലീസ് വന്ന് ഈ ലിബിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് എബിനെ കുറിച്ചുള്ള സൂചനകൾ സുഹൃത്തുക്കൾ നൽകിയത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഒരു സുഹൃത്താണ് എബിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. എബിനും ലിബിനുമായി വലിയ തർക്കം നടന്നു. ഒരു സംഘർഷത്തിലേക്ക് പോയി. എബിൻ്റെ മർദ്ദനമേറ്റാണ് ലിബിൻ മരിച്ചത് എന്ന കാര്യം കൂടി പറയുകയുണ്ടായി. പിന്നാലെയാണ് കർണാടക പോലീസ് കേരളത്തിലേക്ക് എത്തുകയും എബിനെ കസ്റ്റഡിയിലെടുത്ത് ബംഗളൂരുവിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ബന്നാർഘട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ബന്നാർഘട്ട പോലീസ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് പ്രകോപനം എന്ന കാര്യത്തിൽ പല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ശരി, തൊടുപുഴ സ്വദേശിയായ യുവാവ് ബംഗളൂരുവിൽ കൊല്ലപ്പെട്ടതിലാണ് സുഹൃത്ത് അതിൽ പ്രതിയാണ്. ഇതൊരു കൊലപാതകമാണ് എന്നത് പോലീസ് സ്ഥിരീകരിച്ചത്.